എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നിധിയുടെ ഓഫീസിൽ നിന്ന് മാനേജരും ദിവ്യയും എല്ലാം കൂടി കിളിക്കൂട് കാണാനായിട്ട് വരികയാണ്. അവർക്ക് പഴയ വീടൊക്കെ കാണണം, ഒരു 100 വർഷമെങ്കിലും പഴക്കമുള്ള വീടൊക്കെ കാണണം. ആ സമയത്ത് സുഭാഷ് പറയുന്നു, ഇത് മുത്തശ്ശൻ്റെ കാലത്തുള്ള വീടാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ പഴയ വീടിൻ്റെ ഒരു ഉറപ്പും ബലവും ഒക്കെ എന്തുതരം മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്, അത്ര വർഷം അത് വലിയ ബലക്ഷയമൊന്നും കൂടാതെ നിൽക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ചൊന്ന് ഒരു എൻക്വയറി നടത്താൻ വേണ്ടി പുതിയ വീടിൻ്റെ അതുമായിട്ടൊക്കെ കൂട്ടി യോജിപ്പിച്ച് നല്ല ബലമുള്ള വീടൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ് അവർ രണ്ടുപേരും കൂടി വരുന്നത്. അങ്ങനെ അവർക്ക് വീട്ടിലുള്ള അംഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ എല്ലാവരെയും നിധി പരിചയപ്പെടുത്തുന്നുണ്ട്. നിധി സുധീഷിനെയും സുഭാഷിനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് സുധീഷ്, സുഭാഷ്, ഇവരെല്ലാം എൻ്റെ കസിൻ ബ്രദറാണോ? ആ, സുധീഷും സുഭാഷ് ഏട്ടനും ഉൾപ്പെടെ ഇവർ 4 പേരും എൻ്റെ കസിൻ ബ്രദറാണെന്ന് പറയുന്നു. അത് കേൾക്കുന്നതും ബാക്കി എല്ലാവരും ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയും, കണ്ടില്ലേ അവളെല്ലാവരെയും ബ്രദേഴ്സ് ആക്കിയെന്ന് പറയും. ആ സമയത്ത് സുധീഷ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരും. എന്താടാ നീ വിഷമിച്ചിരിക്കുന്നത്? എനിക്കൊരു സമാധാനമില്ല സുഭാഷ് ഏട്ടാ. എന്താടാ അവിടെ നിധി ഇപ്പോഴും ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് വക്കീലിനെ കാണണമെന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവളോട് എപ്പോൾ സംസാരിച്ചാലും സുധീഷ നമുക്ക് വക്കീലിനെ കാണാൻ പോയിട്ട് വരാമെന്ന് പറയും. ഇപ്പം തന്നെ കണ്ടില്ലേ ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നപ്പോഴും അവൾ എന്നെ ബ്രദറാക്കിയ സംസാരിച്ചത്. പുറത്തുള്ളവരുടെയൊക്കെ മുന്നിൽ ഭർത്താവാണെന്ന് പറയും. ഇപ്പോൾ വീട്ടിലാരെങ്കിലും വരുമ്പോൾ അവരുടെ അടുത്ത് കസിൻ ബ്രദറാണെന്ന് പറയും. അച്ഛനും അങ്ങനെ തന്നെ പറഞ്ഞതെന്ന് പറയും. അച്ഛൻ എന്തു പറഞ്ഞു? അച്ഛൻ പറഞ്ഞു സുഭാഷ് ചേട്ടനെ കണക്കാണ് അവൾ കാണുന്നതെന്നും ഹരീഷിനെയും നികേഷിനെയും സ്വന്തം അനിയന്മാരുടെ കണക്കാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ അനിയൻ്റെ കണക്ക് കാണുമെന്ന്. ഉടനെ നികേഷ് പറയും, അങ്ങനെ പറയുന്നത് സുധീഷ് ചേട്ടനല്ലാതെ മറ്റാരെങ്കിലും കേൾക്കുമെന്ന് ചോദിക്കും. ഉടനെ സുഭാഷ് പറയും, എടാ അത് നിധിക്ക് നിന്നോട് യാതൊരുവിധ ദേഷ്യവും ഇല്ല. അന്ന് നീ അങ്ങനെ പെരുമാറിയപ്പോൾ അവൾക്ക് അല്പം നീരസവും ദേഷ്യമൊക്കെ നിന്നോടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും കാണത്തില്ല. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം എന്ന് ചുമ്മാ വാങ്ങോട് പറഞ്ഞാൽ മാത്രം പോരാ സുഭാഷ് ചേട്ടൻ അതിനുവേണ്ടി ഒരു അവസരം ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ ഉടനെ സുഭാഷ് ചേട്ടനും വരും. സുഭാഷ് ചേട്ടൻ വന്നില്ലെങ്കിൽ ഉടനെ അവൾ പറയും, ബാ സുഭാഷ് ചേട്ടാ വരാമെന്ന് പറയും. നിങ്ങൾ ചേട്ടനും അനിയത്തി ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും അവളെ എൻ്റെ ഭാര്യയായിട്ട് എന്നെ കാണാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ എടാ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. എനിക്കിപ്പോൾ അവൾ എന്നും എൻ്റെ അനിയത്തിക്കുട്ടി തന്നെ ആയിരിക്കും. ഹരീഷിനും നികേഷിനും അവൾ സ്വന്തം ചേച്ചിയും ചേട്ടത്തി അമ്മയായിരിക്കും. പക്ഷേ നിന്നെ ഒരിക്കലും ആ രീതി കാണുമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ഹരീഷും പറയും, അതേടോ താൻ ഏട്ടത്തിയായിട്ട് സുഖമായിട്ട് ജീവിക്കണമെന്ന് തന്നെ ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ അതിന് താൻ ഇങ്ങനെ കള്ളത്തിനൊന്നും കാണിക്കുകയും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. താൻ എപ്പോഴും ഏട്ടത്തിയോട് ഓരോരോ കള്ളം പറയും. അത് ഏട്ടത്തി കണ്ടുപിടിക്കും. അതാണ് പിന്നെയും തന്നെ വെറുക്കാനുള്ള കാരണം. താനുള്ള കാര്യം സത്യമായിട്ടങ്ങ് പറ സുധീഷ് ചേട്ടാ, അത്രയും കാര്യമുള്ളൂ. പിന്നെ നല്ല രീതിയിലുള്ള പെരുമാറ്റം. ഇത് രണ്ടും കൊണ്ട് തന്നെ ഏട്ടത്തിക്ക് നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവും. അല്ലാതെ വേറെ അതിനു വേണ്ടി നിങ്ങൾ തലപോഞ്ഞൊന്നും ആലോചിക്കേണ്ട. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ ഏട്ടത്തി ഡിവോഴ്സിൻ്റെ കാര്യമൊന്നും പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ടെന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും ചേർന്ന് സുധീഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഹരീഷ് പറയും, ഞാനും വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അങ്ങ് പോകും. വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടെ നീതു ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നീ എന്താ ഇത്ര നേരത്തെ? വെറുതെ കുറച്ച് നേരം ഹരീഷിനോട് സംസാരിക്കാമല്ലോ എന്നൊരു വന്നയാന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുകയായിരിക്കും. അല്ല ഹരീഷിന് എന്താ ഒരു ടെൻഷനുള്ള പോലെ? ഞാൻ സംസാരിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. ഒന്നുമില്ല, വീട്ടിലെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇരുന്നതാന്ന് പറയും. വീട്ടിലെന്ത് കാര്യങ്ങൾ? ഏട്ടത്തിയമ്മയുടെ ഓരോ പ്രശ്നങ്ങളാണെന്ന് പറയും. അത് സുധീഷ് ചേട്ടൻ എന്താ പ്രശ്നം? അങ്ങനെയൊന്നുമില്ല, ചെറിയ പ്രശ്നങ്ങൾ. അവർ തമ്മിൽ സ്നേഹിച്ച് പോകാൻ കഴിച്ചില്ലേ. അതിനിടയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിൽ നമ്മളാരും ഒന്നും ഇടപെടാനൊന്നും പോകണ്ട, അത് അവരായിട്ട് തന്നെ നിർത്തിക്കോളും. പുതുമോടിയല്ലേ എന്ന് പറയും. അപ്പം ഹരീഷിന് സ്നേഹിച്ച് പോകാൻ കഴിച്ചാന്നുള്ള കാര്യമാണ് നീതു പറയുന്നത്. പക്ഷേ സത്യാവസ്ഥ ഹരീഷിന് അറിയാമല്ലോ. ഒരു അബദ്ധത്തിൽ വിവാഹം കഴിച്ചാന്നുള്ള കാര്യമൊക്കെ ഹരീഷിന് അറിയാവുന്നതുകൊണ്ട് പിന്നെ തിരുത്താനൊന്നും ഹരീഷ് നിന്നില്ല. ആ സമയത്ത് നീതു പറയും, നമ്മൾ വിവാഹം കഴിച്ചാൽ നമ്മൾ നല്ല മാതൃകാ ദമ്പതിമാരായിരിക്കും. ആണോ? പിന്നല്ലാതെ അതൊക്കെ വിവാഹം കഴിഞ്ഞ് നോക്കിക്കോണം എന്നൊക്കെ നീതു അങ്ങ് പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും. പിന്നെ ഇന്നലെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കും. എന്ത് പ്രശ്നം? അല്ല, ഇന്നലെ ഇവിടെ നിൻ്റെ അച്ഛൻ വന്നിട്ട് ദേഷ്യപ്പെട്ടില്ലായിരുന്നോ? പിന്നെ നീ തിരിച്ച് വീട്ടിലോടല്ലേ പോയത്? വീട്ടിലോട് ചെന്നപ്പോഴെന്താ, ഹരീഷിനെ കാണരുത്, വർക്ക്ഷോപ്പിലോട്ട് വരരുത് എന്നൊക്കെ കുറേ ഉപദേശം. അത് സ്ഥിരം കേൾക്കുന്നതുകൊണ്ട് ഞാൻ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. കൊള്ളാം. ഇനിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ വരുമ്പോൾ അവനാണ് വലിയ പ്രശ്നം. അവൻ ഇനി ഞങ്ങൾക്ക് അണിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുത്തി ചോദ്യമായിരിക്കും എന്ന് പറയും. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നീതുവിൻ്റെ ചേട്ടൻ അങ്ങോട്ട് ബൈക്കിൽ പാസ് ചെയ്ത് പോകുന്നത്. ഇൻ്റർവ്യൂവിനായിട്ട് പോയിട്ടുണ്ടതായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന വഴിയാണ്. ആ സമയത്ത് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നീതുവിൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്താണ് ചേട്ടൻ അങ്ങോട്ട് വരുന്നത്. ചേട്ടൻ പറയും, കിടന്ന് ഉറങ്ങിക്കോ, ഒരു കാര്യം അറിയണ്ടല്ലോ എന്ന് പറയും. ഉടനെ നീതുവിൻ്റെ അമ്മ വന്നിട്ട്, എന്താടാ നീ ദേഷ്യപ്പെടുന്നത്? നിൻ്റെ അച്ഛൻ ഉച്ചയ്ക്ക് ചോറിനാൻ വന്നിട്ട് കിടന്നൊന്ന് ഉറങ്ങിയത്, രാവിലെ അദ്ദേഹം ഓട്ടോ ഓടാൻ പോയല്ലേ എന്ന് പറയും.
ആർക്കും ഒന്നും അറിയണ്ടല്ലോ എന്നിങ്ങനെ പറയും. ഉടനെ ഇതൊരു അച്ഛൻ ചോദിക്കും, എന്താടാ നീയാണ് ഈ വീട്ടിലെ കുടുംബനാഥൻ, നീയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു ചോദിക്കും. അച്ഛൻ്റെ മോളെന്ത് ചെയ്യും, അവൾ പുറത്തോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പുറത്തോട്ടല്ല, അവൾ ആ വർക്ക്ഷോപ്പിൽ പോയി ഇരിപ്പുണ്ട് ഹരീഷിൻ്റെ കൂടെ. വർക്ക്ഷോപ്പിലോ? അതെ. ഉടനെ ഇതിൻ്റെ അമ്മയ്ക്കും അവൾ തന്നെ വർക്ക്ഷോപ്പിൽ പോയത്, വണ്ടിക്ക് വല്ല കുറ്റമുണ്ടോ? വണ്ടിക്കൊരു കുറ്റവും ഇല്ലമ്മേ. അവൾ നേരം വിളക്കുമ്പോൾ തൊട്ട് അവൻ്റെ വർക്ക്ഷോപ്പിലും അവൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും. എന്നാലും ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ടായിരുന്നു അവൾ അവൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നത്. ഇപ്പം എന്താ വർക്ക്ഷോപ്പിൽ പകൽ സമയത്ത് അവൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ കയറി ഇരിപ്പുണ്ടെന്ന് പറയും. ആൾക്കാർ കണ്ടാൽ എന്തോ പറയും, ഇവളെന്തോ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ നീതുവിൻ്റെ അമ്മ ദേഷ്യപ്പെടും. ചോദിക്കുക, നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയണ്ടല്ലോ, അവളെക്കുറിച്ച് പുറത്ത് ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കും. എടാ, അവളെ എത്ര തവണ ഞാൻ ശാസിച്ചു നോക്കി, ശിക്ഷിച്ച് നോക്കി, പറയുന്നതിൻ്റെ ഒരു മര്യാദയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവരെ നീ ഇവരെ ദേഷ്യപ്പെടാതെ വന്ന് പോലെ കഴിക്കാൻ നോക്കുക, അതായത് നീ ആദ്യം ആഹാരം കഴിക്കുക, അതിനുശേഷം ബാക്കി സംസാരിക്കാമെന്ന് പറയും. ആ സമയത്താണ് നീതു അങ്ങോട്ട് കയറി വരുന്നത്. ഉടനെ ചോദിക്കും, നീ എവിടെ പോയാന്ന് ചോദിക്കും. ചോദിക്കുക. അപ്പോഴത്തേക്കും നീതു മിണ്ടത്തില്ല. അവളെവിടെ പോകാൻ, അവൾ ആ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ കയറി ഇരുന്നയാന്ന് പറയും. അതെ, ഞാൻ വർക്ക്ഷോപ്പിൽ തന്നെ പോയാന്ന് പറയും. നിനക്ക് എന്താണ് ഈ വർക്ക്ഷോപ്പിൽ കാര്യമെന്ന് ചോദിക്കും. നീ എന്താ അവിടുത്തെ മെക്കാനിക്കലാണോ എന്ന് ചോദിക്കും. ഞാൻ മെക്കാനിക്കലിനെ കാണാൻ പോകും. എന്ത് കാര്യത്തിന്? നിൻ്റെ വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ? വണ്ടിക്ക് കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ മെക്കാനിക്കലിനെ കാണാൻ പോകണമെന്ന് ചോദിക്കും. ഉടനെ നീതുവിൻ്റെ അച്ഛൻ പറഞ്ഞു, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നീതു ആ വർക്ക്ഷോപ്പിൽ പോകരുത്, അവനെ കാണരുതെന്നൊക്കെ, പിന്നെയും നീ എന്താ ഈ പറഞ്ഞാൽ കേൾക്കാത്തതെന്ന് ചോദിക്കും. എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, ഞാൻ ഇനിയും വർക്ക്ഷോപ്പിൽ പോകും, ഹരീഷിനെ കാണും, സംസാരിക്കും എന്ന് പറയും. അപ്പോഴത്തേക്ക് നീതുവിൻ്റെ ചേട്ടൻ നീതുവിനെ അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നീതു ഒട്ടും വിട്ടു കൊടുത്തില്ല. നീതുവും തിരിച്ച് അടിക്കാനായിട്ട് കൈപോക്കുകയാണ്. അപ്പോഴത്തേക്ക് നീതുവിൻ്റെ അമ്മ വന്ന് നീതുവിനെ തടഞ്ഞു പിടിക്കാൻ, ഇവിടെ അവളെന്നെ അടിക്കുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും വഴക്കും ഒക്കെ ആവും. അപ്പോഴത്തേക്ക് നീതുവിനെ പിടിച്ചോണ്ട് നീതുവിൻ്റെ അമ്മയെ അങ്ങ് റൂമിൽ കൊണ്ടുപോകും. ആ സമയം നീതുവിൻ്റെ അച്ഛൻ പറയും, സമാധാനമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാമെന്നൊരു വന്നത്, ഇതിപ്പോൾ അത് നടക്കത്തില്ലോ എന്ന് പറഞ്ഞു ഷർട്ട് കൊടുത്തിട്ടുണ്ട്. നീതുവിൻ്റെ അച്ഛനങ്ങ് പുറത്തിറങ്ങി പോവുകയാണ്. നീതുവിൻ്റെ ചേട്ടനും പുറത്തോട്ടിറങ്ങി അങ്ങ് പോകും. അപ്പോഴത്തേക്ക് നീതുവിൻ്റെ അമ്മ ചോദിക്കും, എന്താ നീതു നിൻ്റെ ഉദ്ദേശം? നിൻ്റെ അടുത്ത് അച്ഛനും ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ളതില്ല ആ വർക്ക്ഷോപ്പിൽ പോകരുത്, നല്ല കുടുംബമാണോ അവൻ്റെ, ഒരു പറയത്തക്ക ഒരു നല്ല ചുറ്റുപാടും ഇല്ലാത്തൊരു വീട്ടിലോട്ട് തന്നെ നിനക്ക് പോകണം, നാലഞ്ച് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ആ വീട്ടിലോട്ടാണോ നീ വിവാഹം കഴിച്ചില്ലെന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് നീതു ചോദിക്കും, ഓഹോ, നീതുവിൻ ഹരീഷിൻ്റെ കുടുംബമാണോ അമ്മയ്ക്ക് പ്രശ്നം? ഹരീഷിൻ്റെ കുടുംബത്തിന് എന്താ പ്രശ്നം? 5 ആണുങ്ങൾ മാത്രം. അവരുടെ അമ്മ മരിച്ചു പോയിട്ടില്ലേ, അവിടെ ആണുങ്ങൾ മാത്രമല്ല, ഒരു ആണുങ്ങൾ മാത്രമായിപ്പോയത്. ആരെങ്കിലും ഒരാൾ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു പെണ്ണ് വരും. ഇപ്പം സുധീഷ് ചേട്ടൻ്റെ ഭാര്യ അവിടെ കഴിയുന്നതോ, ആ ഭാഗത്തൊന്നും നീ കൂടുതൽ പറയണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ അമ്മയും മോളും തമ്മിൽ സംസാരമാണ്. നീ എന്ത് പറഞ്ഞാലും ശരി, ആ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന മെക്കാനിക്കലുമായിട്ട് നിൻ്റെ വിവാഹം നടത്തി തരുമോ, നീ സ്വപ്നം പോലും കാണണമെന്ന് പറയും. അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും ശരി, എനിക്കിഷ്ടമാണ് ഹരീഷിനെ, ഞാൻ ഹരീഷിനെ മാത്രം വിവാഹം കഴിക്കത്തോളം എന്ന് പറയും. അവന് ഈ ജോലിയും കൂലിയും ഇല്ലാത്തവനൊന്നുമല്ല. ഇവിടുത്തെ എൻ്റെ ചേട്ടനാണ് നേരെ വിളിക്കുമ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ പോയിട്ട് തിരിച്ചു വരുന്നതല്ല, അവന് അന്തസ്സായിട്ട് ജോലിയുണ്ട്, അവന് ജോലി ചെയ്തൊരു പെണ്ണിനെ നോക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ ഹരീഷിനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് നീതു ഒറ്റ കാലത്ത് എനിക്ക് പിന്നെ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാൽ നീതുവിൻ്റെ അമ്മയും അങ്ങനെ നീതു എനിക്ക് ഹരീഷിനെ മാത്രം വിവാഹം കഴിക്കത്തോളം എന്ന് പറഞ്ഞ ഒറ്റ ഇതിലങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം നീതുവിൻ്റെ ചേട്ടൻ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ പോയത് ഹരീഷിൻ്റെ വീട്ടിലോട്ടാണ്. ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഭാസ്കരൻ ഇങ്ങനെ വാതിലിരിക്കുകയാണ്. ഇവിടെ ആരും ഇല്ലേ? ഉടനെ ഭാസ്കരൻ ചോദിക്കും, ഞാനിവിടെ ഇരിക്കുന്ന നീ കണ്ടില്ലേ എന്ന് ചോദിക്കും. നിങ്ങളെയല്ല, ഇവിടുത്തെ മെക്കാനിക്കൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. മെക്കാനിക്കലിനെ കാണുമെങ്കിൽ വർക്ക്ഷോപ്പിൽ പോകണമെന്ന് പറയും. അപ്പോഴത്തേക്ക് ഇവിടെ ആരും ഇല്ലേ എന്നാൽ പിന്നെ ഒച്ചത്തിൽ വിളിക്കും. ചേട്ടാ നിൻ്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇരിപ്പുണ്ടെന്ന് ഭാസ്കരൻ പിന്നെയും പറയും. അപ്പോഴത്തേക്ക് സുഭാഷും സുധീഷും കൂടി ഇറങ്ങി വരികയാണ്. അച്ഛൻ എന്താ കാര്യം? അവനെന്തി ഹരീഷ്? അവൻ വർക്ക്ഷോപ്പിലാണ്. വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് ചെന്നാൽ മതി. വണ്ടിക്കല്ല കംപ്ലയിൻറ്റ് അവനാണെന്ന് പറയും. അവനോ? എന്താ കാര്യമെന്ന് ചോദിക്കും. അവന് പ്രേമിക്കാനും വണ്ടിയിൽ കറക്കി ഒന്നും വേറെ പെമ്പിള്ളാരൊന്നും കിട്ടില്ലെന്ന് ചോദിക്കും. നിങ്ങളെന്താ പറയുന്നത് സുഭാഷ് ചോദിക്കും. അവൻ എൻ്റെ പെങ്ങളെ നീതുവിൻ്റെ പുറമേ നടക്കുക. അവനെ പലതവണ എൻ്റെ അച്ഛൻ വിലക്കിയിട്ടുള്ളതാണ്. ഇപ്പം ഞാനും. ഇനി മേലെ അവനെൻ്റെ പെങ്ങളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഈ ഭൂമിയിൽ ജീവനം ഉണ്ടാകത്തില്ലെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് ചോദിക്കുക, ഹലോ, കൂടുതൽ വരട്ടൊന്നും വേണ്ട, നിൻ്റെ പെങ്ങൾ വർക്ക്ഷോപ്പിൽ ചെല്ലുന്നത് അവൻ പറഞ്ഞിട്ടല്ല, നിനക്ക് നിൻ്റെ പെങ്ങളെ നിയന്ത്രിക്കാൻ പറ്റണം. നിൻ്റെ പെങ്ങളെ ഒരിക്കലും ഹരീഷ് പറഞ്ഞിട്ടില്ല വർക്ക്ഷോപ്പിലോട്ട് ചെല്ലാൻ. നീ വേണമെങ്കിൽ നിൻ്റെ പെങ്ങളെ നിലയ്ക്ക് നിർത്തണം, അതിന് ഹരീഷിനെ കുറ്റം പറഞ്ഞ കാര്യമില്ലെന്ന് പറയും. എന്തൊക്കെ നമ്മുടെ ദേഷ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്ന് പറഞ്ഞാലും ഹരീഷിനൊരു പ്രശ്നം വന്നാൽ സുധീഷിന് പ്രശ്നം വന്നാൽ ഹരീഷും എന്നാണ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. അത് സുധീഷിനെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു സമയത്ത് പോലും ഹരീഷിൻ്റെ ഇടപെടൽ കൊണ്ടാണ് പെട്ടെന്ന് തന്നെ സുധീഷിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റിയത്. ആ സമയത്ത് ഒന്നിനും പറയും, ഇനി മേലെ അവൻ എൻ്റെ പെങ്ങളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒന്നിനെ ഞങ്ങൾ വെച്ചേക്കത്തില്ലെന്ന് പറയും. ഓഹോ, വരട്ടാണോടാ, ഭീഷണിയുടെ സ്വരമൊന്നും ഇങ്ങോട്ട് വേണ്ട, വരട്ടിയാൽ നീ എന്ത് ചെയ്യുമെന്ന് പറയും. അങ്ങനെ സംസാരം പിന്നെ കയ്യാങ്കളിയാവും. അങ്ങനെ സുഭാഷ് വന്നിട്ട് എല്ലാവരെയും ഒത്തുതീർപ്പാക്കും. നിങ്ങളൊക്കെ പോയ ഹരീഷ് വരട്ടെ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരെയും പിടിച്ച് മാറ്റുകയാണ്. ആ സമയത്ത് സുധീഷ് 2 തിരിയൊക്കെ അവന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സുഭാഷ് പറയും, എന്തോ ഇത്, ഒരു പ്രശ്നം ഒരു സൈഡിൽ ഒതുക്കും, പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയും.
എന്തായാലും ഹരീഷ് വരട്ടെ, ഹരീഷ് വരുമ്പം സംസാരിക്കാമെന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും അതിൻ്റെയൊന്നും ആവശ്യമില്ല, ഇനി അവനോട് ഈ കാര്യമൊന്നും പറയണ്ട, അവൻ്റെ സ്വഭാവം അറിയാൽ ഒന്നാമത് ഒരു മുൻകോപക്കാരൻ, ഇനി അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു സംസാരം ഒരു കാരണവശാലും അവൻ വരുമ്പം ഈ ഒരു കാര്യം അവനൊക്കെ പറയല്ലേ സുധീഷെന്ന് സുഭാഷ് പ്രത്യേകം പറഞ്ഞു വിലക്കും. ശരിയെന്ന് പറയും. അങ്ങനെ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി വീട്ടിൽ വന്ന് നീതുവിൻ്റെ ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്ങാനും ഹരീഷ് അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ നീതുവിൻ്റെ വീട്ടിലോട്ട് ചെല്ലും. എന്നിട്ട് നീതുവിൻ്റെ ചേട്ടനിട്ട് ഇടി കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞാലുള്ള പ്രശ്നം. അപ്പം അതിൻ്റെയൊക്കെ ബാക്കി കഥകളും വിശേഷങ്ങളുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.